Good afternoon. Good afternoon, ma'am. Good afternoon. അപ്പോൾ നമ്മൾ എന്താണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ 28 ആണോ? ഓക്കെ. നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരുടെ കയ്യിലും PDF ഇല്ലേ? ഓക്കെ, നോക്കാം. ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കിക്കോളൂ. എന്താണ് നേഴ്സിംഗ് അല്ലെങ്കിൽ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എന്താ ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കിക്കോളൂ. നേഴ്സിംഗ് ഈസ് എ പ്രൊഫഷൻ. സോറി സഫിക്സ് എടുക്കാനുണ്ടല്ലേ? സോറി ഡിയ. 1 സെക്കൻഡ്. ഓക്കെ. കോമൺ സഫിക്സുകൾ, നമ്മൾ പ്രിഫിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിഫിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ് കോമൺ സഫിക്സസ്? ഏതൊക്കെയാണ്? എന്താണ് സഫിക്സസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സഫിക്സ് എന്താണ്? എൻഡിൽ യൂസ് ചെയ്യുന്നത്. ആ ഒരു വേർഡിന്റെ എൻഡിൽ യൂസ് ചെയ്യുന്ന വേർഡ്സുകളെയാണ് എന്ത് സഫിക്സ് എന്ന് പറയുന്നത്. അതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്ന സഫിക്സുകൾ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? പ്രൊസീജിയർ. മെയിൻ ആയിട്ട് പ്രൊസീജിയർ അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചാണ് അവർ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ എന്താണ്? ആൽജിയ എന്ന് പറയുന്ന ഒരു സഫിക്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ആൽജിയ എന്ന് പറയുന്ന സഫിക്സ് ഒരു വേർഡിന്റെ എവിടെയാ വരുന്നത്? ബിഗിനിങ്ങിലാണോ എൻഡിലായിരിക്കോ? എൻഡിലായിരിക്കും. ഓക്കെ, അതിന്റെ മീനിങ് എന്താ? റിലേറ്റിംഗ് ടു പെയിൻ, പെയിനുമായി ബന്ധപ്പെട്ട എന്താണ് ഒരു സഫിക്സ്? ഏതാണ്? ആൽജിയ എന്ന് പറയുന്നതാണ്. പെയിനുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചോ പ്രൊസീജിയേഴ്സിനെ കുറിച്ചോ സൂചിപ്പിക്കാനായിട്ട് മെഡിക്കൽ ടേംസ് ഹെൽത്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ യൂസ് ചെയ്യുന്ന എന്താണ് വേർഡ് ആണ് ആൽജിയ എന്ന് പറയുന്ന സഫിക്സ്. ക്ലിയർ ആണോ? ആൽജിയ എന്താണ്? റിലേറ്റിംഗ് ടു പെയിൻ, വേദനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ടാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാവോ? ആൽജിയ എന്ന് പറഞ്ഞാൽ പെയിൻ ആണ്, പെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയൂ. എന്തായിരിക്കാം? നെർവ്സിന് ഉണ്ടാകുന്ന പെയിൻ എങ്ങനെ പറയാം? നെർവ്സിന് ഉണ്ടാകുന്ന പെയിൻ എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മുടെ കയ്യിൽ സഫിക്സ് ഉണ്ട്. സഫിക്സ് എന്താണ്? പെയിനുമായി ബന്ധപ്പെട്ട കാര്യം പറയാൻ നേരത്ത് ആൽജി എന്ന വേർഡ് ആണ് ലാസ്റ്റ് എൻഡിൽ ചേർക്കേണ്ടത്. അപ്പൊ ഫ്രണ്ടിലെ പ്രിഫിക്സ് എന്തായിരിക്കാം, അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്തായിരിക്കാം? നെർവ്സിന്റെ പ്രിഫിക്സ് എന്താ നമ്മൾ പഠിച്ചത്? എങ്ങനെ പറയാം? ആൽജിയ റിലേറ്റിംഗ് ടു പെയിൻ ആണ്. അപ്പോ നെർവ്സിന് ഉണ്ടാകുന്ന പെയിൻ എങ്ങനെ പറയാം? ന്യൂറാൾജിയ. ഓക്കെ, ന്യൂറാൾജിയ എന്ന് പറയാം. ഓക്കെ, എന്താണത്? നെർവ്സിന് ഉണ്ടാകുന്ന പെയിനിനെയാണ് ന്യൂറാൾജിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ ആ വേർഡിന്റെ എൻഡിലാണ് ആൽജിയ എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് സഫിക്സ് ആഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ഒന്നുകൂടി പറയാമോ മാഡം? ഓക്കെ, ഫസ്റ്റ് സഫിക്സ് ആണ് ആൽജിയ. സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന്റെ എൻഡിൽ ചേർക്കുന്ന വേർഡുകളെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് അസുഖങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കാനായിരിക്കും എന്ത് ഈ സഫിക്സ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ആൽജിയ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? റിലേറ്റിംഗ് ടു പെയിൻ, വേദനയുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കണ്ടീഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആൽജിയ എന്ന സഫിക്സ് യൂസ് ചെയ്യുന്നത്. അത് ക്ലിയർ ആണോ? എപ്പോഴാ ആൽജിയ എന്ന് പറയുന്ന വേർഡ് ചേർക്കുന്നത്? വേദനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ ഏതാണ്? ന്യൂറാൾജിയ എന്ന് പറഞ്ഞ എന്തായിരിക്കും? അപ്പോ എന്തിനെ ബാധിക്കുന്ന പെയിൻ ആയിരിക്കാം? എന്താണ് ന്യൂറാൾജിയ എന്ന് പറഞ്ഞ എന്തിനെ ബാധിക്കുന്ന പെയിൻ ആണ്? നെ ബാധിക്കുന്ന പെയിൻ ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് ഇതിന്റെ എന്താണ് സഫിക്സിന്റെ മീനിങ് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എക്സാമ്പിൾ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ നോക്കിക്കോളൂ. തേർഡ് വൺ ഇമ്മച്വർ സെല്ല്. ഓക്കെ, ഇമ്മച്വർ സെല്ല്
ഇമച്വർ സെല്ലിനെ സൂചിപ്പിക്കാനായിട്ട് മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്ന സഫിക്സ് ആണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലാസ്റ്റ്. അപ്പൊ എവിടെയും ബ്ലാസ്റ്റ് കണ്ട് എന്തായിരിക്കും അത് സൂചിപ്പിക്കുന്നത്? ഇമച്വർ സെല്ലിനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. ഓസ്റ്റിയോബ്ലാസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഓസ്റ്റിയോബ്ലാസ്റ്റ്. എന്താ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാല്? ബോൺസ് ഉണ്ടല്ലോ, ബോൺ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന സെല്ലുകളെയാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബോൺ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസിനെയാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ബ്ലാസ്റ്റ് എന്നുള്ള വാക്ക് സഫിക്സ് വേർഡിന്റെ മീനിങ് സെല്ലുമായി ബന്ധപ്പെട്ട കാര്യത്തെ സൂചിപ്പിക്കാനാണ്. ഓക്കെ, അത് ക്ലിയർ ആണോ? തേർഡ് വൺ. ആൻഡ് ദ ഫോർത്ത് വൺ നോക്കിക്കോളൂ. റിലേറ്റിംഗ് ടു എ സെലെ എന്ന് പറയുന്ന സഫിക്സ് ആണ്. സെലെ. എന്തോ ഓക്കെ ഓക്കെ. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാം. റിജു ക്ലിയർ അല്ലേ ഇപ്പോ? കോമൺ സഫിക്സ് ക്ലിയർ ആണല്ലോ. തേർഡ് വൺ, കോമൺ സഫിക്സ്. പേജ് നമ്പർ എത്രയായിരുന്നു? 7, പേജ് നമ്പർ 7. ഓക്കെ. അപ്പൊ എന്താണ് സെലെ എന്ന് പറയുന്ന ഫോർത്ത് വൺ നോക്കിക്കോളൂ. സെലെ. ഓക്കെ, സെലെ സഫിക്സ് എപ്പോഴാണ് ചേർക്കുന്നത്? റിലേറ്റിംഗ് ടു ട്യൂമർ അല്ലെങ്കിൽ സ്വെല്ലിങ്ങിനെ കാണിക്കുന്ന സമയത്താണ്. ഓക്കെ, സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്യൂമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് എന്ത് സെലെ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സെലെ. ഓക്കെ. അപ്പൊ ഹൈഡ്രോസെലെ എന്ന് പറഞ്ഞ എന്തായിരിക്കാം? ഹൈഡ്രോസെലെ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിക്കിൾസിന് ഉണ്ടാകാവുന്ന സെല്ലിങ്ങിനെയാണ്, നീർക്കെട്ടിനെയാണ്, സെല്ലിങ്ങിനെയാണ് ഹൈഡ്രോസെലെ എന്ന് പറയുന്നത്. സിക്സ്ത് വൺ നോക്കിക്കോളൂ. സെൽ. സെല്ലിനെ സൂചിപ്പിക്കുന്ന സഫിക്സ് ഏതാ? സെല്ലിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സഫിക്സ് ഏതായിരിക്കും? എന്താണ് സെല്ലിനെ സൂചിപ്പിക്കുന്നത്? സൈറ്റ് എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സൈറ്റ്. ഒരു എക്സാമ്പിൾ പറയാമോ? സൈറ്റ്. എന്താ എക്സാമ്പിൾ സൈറ്റ് വരുന്നത്? ലിംഫോസൈറ്റ്, എറിത്രോസൈറ്റ് കേട്ടിട്ടില്ലേ? അപ്പൊ അത് സെല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ടൈമിലാണ് ഇത്തരം സൈറ്റ് എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യേണ്ടത്. ആൻഡ് എയ്ത്ത് വൺ നോക്കിക്കോളൂ, എട്ടാമത്തേത്. റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റാൻസസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡില് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ സാമീപ്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് എമിയ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡിൽ എന്തോ സംതിങ് ഉണ്ട്, സംതിങ്. ഓക്കെ, ആ ബ്ലഡിൽ എന്തോ ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എമിയ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നത്. മോണോസൈറ്റ്. ഓക്കെ, ദെൻ മോണോസൈറ്റ് എന്താ? മോണോസൈറ്റ് ഓക്കെ. എമിയ എന്താ? എമിയ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡില് എന്തെങ്കിലും ഒരു സബ്സ്റ്റാൻസസിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എമിയ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ പറയൂ. അനീമിയ, അനീമിയ അല്ലെങ്കിൽ ലുക്കീമിയ ഒക്കെ പറയാം. ഓക്കെ, ക്ലിയർ ആണോ? 8th വൺ. And the next one, നമ്പർ 12 നോക്കിക്കോളൂ. 12ൽ എന്താ പറയുന്നത്? ഐറ്റിസ്. നമ്മൾ പഠിച്ചതാണ്. എന്താണ്? സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെ, ഇൻഫ്ലമേഷനുമായി ബന്ധപ്പെട്ട മോണോസൈറ്റുമായി സോറി എന്താണ്? സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്താണ് ഐറ്റിസ് എന്ന് പറയുന്ന എന്ത് സഫിക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറയൂ.
ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ആർത്രൈറ്റിസ് പഠിച്ചു. പിന്നെന്തായിരുന്നു? ബ്രോങ്കൈറ്റിസ്. എന്തോ? ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അപ്പൊ അത്. നെക്സ്റ്റ് നോക്കിക്കോളൂ. 15, 15ാമത്തെ നോക്കിക്കോളൂ. 15. ഓക്കെ, സയൻസ്. ഓക്കെ, സയൻസ് ഓഫ്. സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്താണ്? ഓളജി. എക്സാമ്പിൾ പറയൂ. ബയോളജി. ബയോളജി. ഓക്കെ, ഓങ്കോളജി. ഓക്കെ, അപ്പൊ എന്താണ്? സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ടൈമിലാണ് ഓളജി എന്ന് പറയുന്ന എന്താ സഫിക്സ് ആഡ് ചെയ്യേണ്ടത്. ദെൻ ട്യൂമർ. 16th നോക്കിക്കോളൂ. ട്യൂമർ. ഓക്കെ, ട്യൂമർ കാണിക്കുന്ന സമയത്ത് ട്യൂമറുമായി ബന്ധപ്പെട്ട ഒരു സഫിക്സ് വേർഡ് ചോദിച്ച ഏതാണ്? ഓമ. ഓക്കെ, OMA. അല്ലല്ല, ട്യൂമർ അല്ല ലാസ്റ്റ് ചേർക്കേണ്ടത്, OMA. ഓമ എന്ന് പറയുന്ന സഫിക്സ് ആണ് ആ വേർഡിന്റെ ലാസ്റ്റ് ഉണ്ടാകേണ്ടത്. ക്ലിയർ ആണോ ബിനോയ്? OMA എന്ന് പറയുന്ന സഫിക്സ് ആണ് ലാസ്റ്റ് ഉണ്ടാകേണ്ടത്, ട്യൂമർ അല്ല. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറയൂ. എന്താണ്? ട്യൂമറിനെ കാണിക്കുന്നതിന് വേണ്ടി എന്താണ് യൂസ് ചെയ്യുന്ന സഫിക്സ്? മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്ന സഫിക്സ് ആണ് OMA. ഓമ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ്? കാർസിനോമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സ്കിന്നിലെ ടിഷ്യൂസിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താണ് ട്യൂമറിനെയാണ് കാർസിനോമ എന്ന് പറയുന്നത്. ഓക്കെ, OMA. നെക്സ്റ്റ് വൺ 17th നോക്കിക്കോളൂ. 17ാമത്തേത്. റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്. എന്താണ്? ഒരു അസുഖത്തെയോ അല്ലെങ്കിൽ ആ പ്രക്രിയയെയോ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സഫിക്സ് ആണ് ഓസിസ് എന്ന് പറയുന്നത്. സ്ക്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജോ? ഓക്കെ, ക്ലിയർ ആണോ? 17 ഓസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അസുഖത്തെയോ അതല്ലെങ്കിൽ ഒരു കണ്ടീഷനെയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓസിസ് എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോപൈറോസിസ് എന്ന് പറയാം. എന്താണ്? എല്ലുകൾക്ക് ബലമില്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്, അതിനെയാണ് ഓസ്റ്റിയോപൈറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓസിസ് എന്ന വേർഡ് കണ്ടാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓസിസ് അസുഖത്തെയോ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോസസ്സിനെയോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓസിസ് എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജു? നമ്പർ 20 നോക്കിക്കോളൂ. 20. ഡിസീസ് ഓർ എ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസ്. ഓക്കെ, എന്താ അതിൽ പറയുന്നത്? ഒരു ട്രീറ്റിംഗ് സിസ്റ്റത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണത്? അതിന് ആ സമയത്ത് ഏതാ യൂസ് ചെയ്യുന്ന സഫിക്സ്? PATHY, പതി എന്ന് പറയുന്ന സഫിക്സ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയൂ. അലോപ്പതി, ഹോമിയോപ്പതി. ഓക്കെ, അപ്പൊ ഒരു ട്രീറ്റ്മെന്റിനെ കാണിക്കും, ട്രീറ്റിംഗ് സിസ്റ്റത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പതി എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നത്. Then 21. റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സോളിങ്. ഓക്കെ, കഴിക്കുക അല്ലെങ്കിൽ എന്താണ് വിഴുങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ. അത്തരം സിറ്റുവേഷൻസ് ഓക്കെ ഈറ്റിംഗ് അല്ലെങ്കിൽ സോളിങ് വിഴുങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്ന സഫിക്സ് ആണ് ഫാജിയ എന്ന് പറയുന്നത്. ഫാജിയ, PHAGIA. ഓക്കെ, ഫാജിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എക്സാമ്പിള് ഡിസ്ഫാജിയ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ഫാജിയ ഭക്ഷണം ഇറക്കുമ്പോൾ ത്രോട്ടിനുണ്ടാകുന്ന പെയിൻ. ഓക്കെ, പ്രോപ്പർ ആയിട്ട് നമുക്ക് ഫുഡ് വിഴുങ്ങാനായിട്ട് കഴിയാതെ വരുന്ന അവസ്ഥയാണ് ഡിസ്ഫാജിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫാജിയ. അപ്പൊ ഈറ്റിംഗ് അല്ലെങ്കിൽ സോളിങ്ങുമായി ബന്ധപ്പെട്ട ആ സിറ്റുവേഷൻ, ആ കണ്ടീഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫാജിയ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? Then 23 എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഫോബിയ. എന്താ ഫോബിയ? There are so many പലതരത്തിലുള്ള ഫോബിയാസ് ഉണ്ട്. ഫോബിയ എന്താ? പേടി അല്ലേ?
ഓക്കെ, പലതരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേടികളുണ്ട് അല്ലെ, അതിനാണ് ഫോബിയ എന്ന് പറയുന്നത്. ദെൻ പ്ലാസ്റ്റിക് സർജറി. ഓക്കെ, പ്ലാസ്റ്റിക് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട സഫിക്സ് ചോദിച്ച ഏതാണ്? പ്ലാസ്റ്റി എന്ന് പറയുന്ന ഹൈഡ്രോഫോബിയ. ഓക്കെ, എന്താ ഹൈഡ്രോഫോബിയ? വെള്ളത്തെ പേടി, അതല്ലേ ഹൈഡ്രോഫോബിയ. ഓക്കെ, പ്ലാസ്റ്റിക് സർജറി എന്താ? പ്ലാസ്റ്റിക് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കണ്ടീഷൻസിനും യൂസ് ചെയ്യുന്ന സഫിക്സ് ആണ് ഏത്? പ്ലാസ്റ്റി എന്ന് പറയുന്ന സഫിക്സ്. എക്സാമ്പിൾ പറയാമോ? ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, ഒരു സർജറി ആണ് അല്ലേ. അതേപോലെ ആർത്രോപ്ലാസ്റ്റി വരുന്നുണ്ട്, നമ്മുടെ ജോയിന്റ്സിന് എന്താണ് റീപ്ലേസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ്. ഓക്കെ, കെരാറ്റോപ്ലാസ്റ്റി, ഇതെല്ലാം എന്താണ്? സർജറീസ് ആണ്. ഓക്കെ, അപ്പോ പ്ലാസ്റ്റിക് സർജറിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സഫിക്സ് ചോദിച്ചാല് പ്ലാസ്റ്റി ആണ്. ദെൻ പാരാലിസിസ്, എന്താ? പക്ഷാഘാതം, പാരാലിസിസ്, തളർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ കണ്ടീഷനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്ലെജിയ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നത്. പ്ലെജിയ. ഓക്കെ, PLEGIA, പ്ലെജിയ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയാമോ? പാരാപ്ലെജിയ അല്ലെങ്കിൽ സെമി പ്ലെജിയ എന്നൊക്കെ പറയും. എന്തായിരിക്കും അപ്പോ അത്? പാരാപ്ലെജിയ അല്ലെങ്കിൽ സെമി പ്ലെജിയ. എന്താണ്? അരയ്ക്ക് കീഴോട്ട് എന്നാണ്, പകുതി ഭാഗം തളർന്നു പോകില്ലേ, ആ ഒരു പാരാലിസിസിനെയാണ് പാരാപ്ലെജിയ അല്ലെങ്കിൽ സെമി പ്ലെജിയ എന്ന് പറയുന്നത്. ദെൻ 26th നോക്കിക്കോളൂ, 26ാമത്തേത് റിലേറ്റിംഗ് ടു ബ്രീത്തിങ്. ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട സഫിക്സ് ഏതാണ്? നിയ. ഓക്കെ, PNEA, നിയ എന്ന് പറയാം. അതിന് എന്താണ്? ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് പറയാൻ നേരത്താണ് നിയ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ എന്താ? ഹൈപ്പോപ്നിയ. ഹൈപ്പോപ്നിയ എന്താ? സ്ലോ ബ്രീത്തിങ് അല്ലേ. ബ്രീത്ത് ചെയ്യുന്ന സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നതിനാണ് ഹൈപ്പോപ്നിയ. അപ്പൊ എക്സസീവ് ബ്രീത്തിങ് എന്തായിരിക്കാം? ഹൈപ്പർപ്നിയ. ഓക്കെ, ഹൈപ്പോപ്നിയ, ഹൈപ്പർപ്നിയ എക്സസീവ് ബ്രീത്തിങ് ആണ്. ദെൻ 28 അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ്. നമ്മുടെ ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിന്റെയോ എന്താണ് എക്സസീവ് ആയിട്ടുള്ള ഡിസ്ചാർജിനെ സൂചിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മെഡിക്കൽ ടേംസ് ആണ് റേജ്. RRHAGE, അതല്ലെങ്കിൽ RRHAGIA. ഓക്കെ, 28 and 29 ഓൾസോ. എന്താണ്? എക്സസീവ് ഫ്ലോയിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ പറയാമോ? ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ഹെമറേജ് കേട്ടിട്ടില്ലേ? ഹെമറേജ്. ഹെമറേജ്. ഓക്കെ, എന്താണ്? രക്തക്കുഴൽ പൊട്ടിയിട്ട് എക്സസീവ് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണ് ഹെമറേജ് എന്ന് പറയുന്നത്. അത്തരം ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് റേജ് എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പേജ് 32. ഓക്കെ, 32 എന്താണ്? ഡിവൈസ് ഫോർ എക്സാമിനേഷൻസ്. ഓക്കെ, ഒരു ഡിവൈസിന് എക്സാമിനേഷൻ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ്, സഫിക്സ് ആണ് സ്കോപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയൂ. ഓക്കെ, എക്സാമിനേഷന് വേണ്ടി യൂസ് ചെയ്ത സ്കോപ്പ്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവൈസുകൾ ഉണ്ട്. അപ്പൊ അതിനെയാണ് ഏത് മെഡിക്കൽ ടേംസ് എന്താണ്? സ്കോപ്പ് എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. Then examination with a device 33. Examination with a device, ഒരു ഡിവൈസിന്റെ ഹെൽപ്പോട് കൂടി എക്സാമിനേഷൻ നടത്തുക. അതിന്റെ സഫിക്സ് ഏതാണ്? സ്കോപ്പി. എക്സാമ്പിൾ പറയൂ. എൻഡോസ്കോപ്പി. ഓക്കെ, എക്സാമിനേഷന് യൂസ് ചെയ്യുന്ന ഡിവൈസുകളെ പറയുന്നതാണ് സ്കോപ്പ് അല്ലെങ്കിൽ സ്കോപ്പി. മാം 31 വരൂല? ഫ്ലോ ഓർ ഡിസ്ചാർജ്. ഡിസ്ചാർജിനെ സൂചിപ്പിക്കാനായിട്ട് RRHEA. എക്സാമ്പിൾ അറിയോ? ഡയറിയ. ഓക്കെ, ദെൻ പിന്നെ ഏതാ?
36 റിലേറ്റിംഗ് ടു ന്യൂട്രീഷനുമായിട്ട് വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് ആ സമയത്ത് യൂസ് ചെയ്യുന്ന സഫിക്സ് ആണ് ട്രോഫിക് എന്ന് പറയുന്നത്. ട്രോപ്പിക്. ഓക്കെ, എന്താണ് എക്സാമ്പിൾ അറിയോ? ഏതാടാ? 34ഓ? 34 എന്താ? പാരാലിസിസ് ആണ് എക്സാമ്പിൾ പറയാം. ഒരു ആക്ഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ കാണിക്കുന്ന സമയത്ത് സിസ് എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. പാരാലിസിസ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ ന്യൂട്രീഷൻ വളർച്ചയെ സംബന്ധിച്ച് യൂസ് ചെയ്യുന്ന അത്തരം സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യേണ്ട സഫിക്സ് ആണ് ട്രോഫിക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? സൊമാറ്റോട്രോഫിക് ഹോർമോൺ കേട്ടിട്ടുണ്ടോ? വളർച്ചാ ഹോർമോൺ. ഓക്കെ, ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട വളർച്ചയുമായി ബന്ധപ്പെട്ട സമയത്ത് യൂസ് ചെയ്യേണ്ട സഫിക്സ് ആണ് ട്രോഫിക് എന്ന് പറയുന്നത്. ആൻഡ് 37 ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്? യൂറിൻ റിലേറ്റിംഗ് ടു എ സബ്സ്റ്റാൻസ് ഇൻ ദ യൂറിൻ ഓർ ദ കണ്ടീഷൻ സോ ഇൻഡിക്കേറ്റഡ്. ഓക്കെ, യൂറിനുമായി ബന്ധപ്പെട്ട യൂറിനിൽ എന്തോ ഒരു സംതിങ് സബ്സ്റ്റാൻസ് ഉണ്ട് എന്ന് പറയാനായിട്ട് സൂചിപ്പിക്കുന്ന ഒരു സഫിക്സ് ആണ് യൂറിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താ? URIA, യൂറിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തായിരിക്കാം? എന്താണ്? യൂറില്ല എന്ന് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിരിക്കാം. ഓക്കെ, മേ ബി എന്തുകൊണ്ട് സംതിങ് ഉണ്ടെന്ന് പറയുന്നതിന് സൂചിപ്പിക്കുന്ന ഒരു സഫിക്സ് ആണ് യൂറിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പ്യൂറിയ, PYURIA, പ്യൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂത്രത്തിലെ യൂറിനിൽ എന്താണ്? പസ് വരുന്നതിനെയാണ്, പഴുപ്പ് വരുന്നതിനെയാണ് പ്യൂറിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 37. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സഫിക്സുകൾ വരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. റീഡ് ചെയ്യാതെ വിടരുത് കേട്ടോ, അതെല്ലാം റീഡ് ചെയ്യണം. ഓക്കെ അല്ലേ? പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. നമുക്ക് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എടുക്കാം. ഓക്കെ, ചാപ്റ്റർ 70 നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. റൂട്ട് വേർഡ്സ് അതേപോലെ തന്നെ അബ്രീവിയേഷൻ ഒക്കെ എന്താണ്? തനിയെ റീഡ് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോഡി പാർട്സുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു? അസുഖങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ ഓക്കെ പ്രാധാന്യമുള്ളതൊക്കെ കണ്ടെത്തി പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നിഷ ടീച്ചറിന്റെ ക്ലാസ് കഴിയുമ്പോൾ ടീച്ചർ എടുത്തിരുന്നതാണ് അതെല്ലാം. നിഷ ടീച്ചർ, രമ്യ ടീച്ചറൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. റൂട്ട് വേർഡ്സ് വരുന്നുണ്ട്, അതേപോലെ അബ്രീവിയേഷൻ വരുന്നുണ്ട്. EMS നമ്മൾ പഠിച്ചൊരു അബ്രീവിയേഷൻ ആയിരുന്നു. എന്തായിരുന്നു EMS? ഒരു ഷോർട്ട് ഫോം ആണ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്തായിരുന്നു? EMS ഓർക്കുന്നുണ്ടോ? ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? EMS. എമർജൻസി മെഡിക്കൽ സർവീസസ്. ഓക്കെ, അതേപോലെ ഒത്തിരി അബ്രീവിയേഷൻസ് ഫോമുകൾ വരുന്നുണ്ട്. സോ ചാപ്റ്റർ 70 നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ? ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കിക്കോളൂ. Nursing is a profession that offers services which benefit the health and well-being of people. Nursing administration is a leadership position in a specific healthcare environment. Okay, അപ്പോൾ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പീപ്പിൾസിനും ആവശ്യമായിട്ടുള്ള അവരുടെ ഹെൽത്തിനും വെൽബീയിങ്ങിനും ആവശ്യമായിട്ടുള്ള സർവീസസ് നൽകുന്ന ഒരു പ്രൊഫഷനെയാണ് എന്ത് പറയുന്നത്? നഴ്സിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓരോ ആളുകൾക്കും അവരുടെ ഹെൽത്തിനും അതേപോലെ വെൽബീയിങ്ങിനും ആവശ്യമായിട്ടുള്ള സർവീസസ് നൽകുന്ന പ്രൊഫഷനെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്തോ ബിനോയ് ക്ലിയർ ആവുന്നില്ലല്ലോ. എനിക്ക് വോയിസ് ഓഡിബിൾ അല്ല. എന്താണ്? ഈ വോയിസ് കേൾക്കുന്നില്ല, ഭയങ്കര ഫീബിൾ ആണ് വോയിസ്.
എന്താ ആർക്കെങ്കിലും ക്ലിയർ ആയോ? ഒന്ന് മെസ്സേജ് ചെയ്യാമോ? എനിക്ക് ക്ലിയർ ആവുന്നില്ല വോയിസ്. വോയിസ് കേൾക്കുന്നില്ല ബിനോയ്. മെസ്സേജ് ചെയ്യൂ. ഓക്കെ. അപ്പൊ എന്താണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ? നേഴ്സിംഗ് ഒന്നുകൂടെ പറയുന്നു. ഓക്കെ, പറയാം. നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരുന്നു നേഴ്സിംഗിൽ നമ്മൾ പഠിച്ചത്? എന്താണ്? ആളുകൾക്ക് ഹെൽത്ത് സർവീസ് ഫീൽഡ്. ഓക്കെ. ബിനോ എന്താണ്? ക്ലിയർ ആയില്ല. ഓരോ ആളുകൾക്കും ഓക്കെ, അവരുടെ ഹെൽത്തിനും ഓരോ ആളുകളുടെയും ഹെൽത്തിനും അതേപോലെ വെൽബീയിങ്ങിനും ആവശ്യമായിട്ടുള്ള സർവീസസ് നൽകുന്ന ഒരു പ്രൊഫഷൻ ആണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ചാപ്റ്റർ 17 നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കിട്ടിയോ? ടോപ്പിക് കിട്ടിയോ? ചാപ്റ്റർ 17 നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ എന്താ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളുടെയും എന്താണ് അവരുടെ ഹെൽത്തിനും വെൽബീയിങ്ങിനും ആവശ്യമായിട്ടുള്ള സർവീസസ് നൽകുന്ന ഒരു പ്രൊഫഷനെയാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ഒരു എൻവയോൺമെന്റിലെ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നോക്കിക്കോളൂ. The definition of administration refers to the collection of people who are in charge of making and applying laws and norms, or those in leadership position who come for important tasks such as staffing process. ഓക്കെ, എന്തൊക്കെയാ പറയുന്നത്? ഒരു ടാസ്കുകൾ എന്തൊക്കെയാ? സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുക, അവർ അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റാഫിംഗ് പ്രോസസ്സ് വരുന്നുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ തിരഞ്ഞെടുത്ത് അപ്പോയിന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കുക. ലോസ് ആൻഡ് നോംസ് എന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രമീകരിക്കുക. അതേപോലെ തന്നെ സ്റ്റാഫുകളെ എന്താണ് അപ്പോയിന്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? സ്റ്റാഫിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സ്റ്റാഫിംഗ് പ്രോസസ്സ് വരുന്നുണ്ട്. ഓക്കെ, ഒരു സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ തിരഞ്ഞെടുത്ത് എന്താണ് അപ്പോയിന്റ് ചെയ്യുക. അതേപോലെ തന്നെ സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രമീകരിക്കുക. അത് ഞാൻ പറയാം കേട്ടോ. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. എന്താണ് സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുക, സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുക, അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം എന്താണ് ക്രമീകരിക്കുക. ഇത്തരം കാര്യങ്ങളിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അവരുടെ ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. എന്തൊക്കെ ടാസ്കുകളാണ്? സ്റ്റാഫിംഗ് പറയുന്നുണ്ട്, സ്റ്റാഫിംഗ് പ്രോസസ്സ് പറയുന്നുണ്ട്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റാഫിംഗ്? നോക്കിക്കോളൂ. Staffing means the continuous process of searching, choosing, analyzing and creating working relationship with the present or future employees. എന്താ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാല്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ കണ്ടെത്തുക, അവരെ നിയമിക്കുക. ഈ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ കണ്ടെത്തുക, അവർ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോയിന്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പിന്നെന്താ പറയുന്നത്? എംപ്ലോയീസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും സ്റ്റാഫിങ്ങിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, സ്റ്റാഫുകളെ കണ്ടെത്തി അവർ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും സ്റ്റാഫിങ്ങിന്റെ ഒരു ഭാഗമാണ്. ക്ലിയർ ആണോ സ്റ്റാഫിംഗ്? ഓക്കെ, സ്റ്റാഫിംഗ് പ്രോസസ്. സ്റ്റാഫിംഗ് പറഞ്ഞു. നെക്സ്റ്റ് ആണ് സ്റ്റാഫിംഗ് പ്രോസസ്. എന്തായിരിക്കും സ്റ്റാഫിംഗ് പ്രോസസ്? എന്തായിരിക്കാം സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാല്? നോക്കിക്കോളൂ.
Staffing process involves manpower planning to have the right person in the right position. Okay, right person in the right position. That means staffing process consists of identifying the type and amount of nursing care needed by the patient and selecting and appointing personnel from the obtainable applicants. എന്താണ് റൈറ്റ് പേഴ്സൺ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്താണ് ആ റൈറ്റ് പൊസിഷനിൽ നിയമിക്കുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? അതായത് ഏത് തരത്തിലുള്ള നഴ്സിംഗ് കെയർ ആണോ ഒരു പേഷ്യന്റിന് വേണ്ടത്, ഓക്കെ, ഏത് രീതിയിലുള്ള നഴ്സിംഗ് കെയർ ആണോ ഒരു പേഷ്യന്റിന് വേണ്ടത് അത് കണ്ടെത്തുകയും ആ പരിചരണം നൽകുന്നതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിനെ കണ്ടെത്തി അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അതായത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽസിൽ ഏത് രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽസിൽ ഏത് രീതിയിലുള്ള സ്റ്റാഫുകളെയാണ് വേണ്ടത്? ഓക്കെ, പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഒരു ഹോസ്പിറ്റൽസിൽ. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഏത് സെക്ഷനിൽ വർക്ക് ചെയ്യാനായിട്ട് അത് ഏത് ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സസിനെയാണോ വേണ്ടത് ആ നേഴ്സസിനെ കണ്ടെത്തി അവരെന്ത് ചെയ്യുന്നു, അപ്പോയിന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് കുറെ ആപ്ലിക്കേഷൻ ലഭിച്ചു, അതിൽ നിന്ന് റാൻഡം ബേസിൽ ആരെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുമോ, അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ നേഴ്സായിട്ട്? റാൻഡം ബേസിലാണോ ഒരു സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നത്? ചില ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലേ? ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അവർക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അവർ ഈ പറയുന്ന ജോലിക്ക് ആപ്റ്റ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലേ? ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരെ സെലക്ട് ചെയ്യുന്നുണ്ട്, അവർ ക്വാളിഫൈഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്, അവർക്ക് ഇതിനാവശ്യമായ ട്രെയിനിങ് എഡ്യൂക്കേഷൻ എല്ലാം ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അത്തരം സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്താണ് സ്റ്റാഫിംഗ്? സ്റ്റാഫിംഗ് പറയുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതാണ് സ്റ്റാഫുകളെ കണ്ടെത്തുക, അവരെ നിയമിക്കുക, അപ്പോയിന്റ് ചെയ്യുക, ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് പൊസിഷനിൽ റൈറ്റ് പേഴ്സൺ ആയിരിക്കണം, ആ പൊസിഷനിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള റൈറ്റ് പേഴ്സണെ ആയിരിക്കണം നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. The next നോക്കിക്കോളൂ. സ്റ്റാഫിംഗ് is a logical operation that consists of many independent actions. ഓക്കെ, ഒരു സ്റ്റാഫിനെ നമ്മൾ എന്താണ് അപ്പോയിന്റ് ചെയ്യുമ്പോൾ ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ, റാൻഡം ബേസിലല്ല നമ്മളൊരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഓക്കെ, ബിനോയ് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? റെക്കഗ്നൈസിംഗ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ റിക്വയർഡ് ബൈ ദ പേഷ്യന്റ്. ആദ്യം എന്ത് റെക്കഗ്നൈസ് ചെയ്യണം? ഓക്കെ, ഏത് രീതിയിലുള്ള കെയർ ആണ് ഒരു പേഷ്യന്റിന് വേണ്ടത്, അതായത് ആ ഹോസ്പിറ്റലിലേക്ക് ഏത് ടൈപ്പ് ഓഫ് നേഴ്സിനെയാണ് വേണ്ടത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നേഴ്സസ് ഉണ്ട്. ഏതൊക്കെയാണത്? രജിസ്റ്റേർഡ് നേഴ്സസ് ഉണ്ട് അല്ലെ, ഡയറക്റ്റ് ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് കെയർ നൽകുന്ന നേഴ്സസ് ഉണ്ട്, അതിനെയാണ് രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അനസ്തെറ്റിസ്റ്റ് നേഴ്സുകൾ ഉണ്ട് അല്ല, അനസ്തേഷ്യ കൊടുക്കുന്ന ടൈമിൽ സപ്പോർട്ട് ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന നേഴ്സസ് ഉണ്ട്. അപ്പോ ഏത് സെക്ഷനിലോട്ടാണ് നേഴ്സ് വേണ്ടത് അത് ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുക. ക്ലിയർ ആണോ? ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. അതിൽ നിന്നും എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? 2 പോയിന്റ്സ്. ഒരു റാൻഡം ബേസിലല്ല, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എന്താണ് ചില ക്രൈറ്റീരിയാസിലൂടെ കടന്നുപോയതിനു ശേഷമാണ് സ്റ്റാഫുകളെ നിയമിക്കുന്നത് അല്ലെ. അപ്പൊ അതിനുള്ള 2 കണ്ടീഷൻസ് ആണ്, 2 ഫാക്ടേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ഏത് ഏരിയയിലാണ് സ്റ്റാഫിനെ വേണ്ടതെന്ന് റെക്കഗ്നൈസ് ചെയ്യുക, അതേപോലെ തന്നെ അത്തരം സ്റ്റാഫുകളെ കണ്ടെത്തി നിയമിക്കുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ നിയമിക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. എയിം ഓഫ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്സ്. നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ആയിട്ടുള്ള എയിമുകൾ എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്?
ഒരു 3 ബേസിക് എലമെന്റ്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഹൈ ക്വാളിറ്റി ഓഫ് നേഴ്സിംഗ് കെയർ സർവീസ്. എന്താണ് ഹൈ ക്വാളിറ്റി ഓഫ് നേഴ്സിംഗ് കെയർ സർവീസ്? ഫസ്റ്റ് എയിം ആണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് എയിം ആയിട്ട് പറയുന്നതാണ് ഹൈ ക്വാളിറ്റി ഓഫ് നേഴ്സിംഗ് കെയർ സർവീസ്. ഉയർന്ന നിലവാരത്തിലുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നേഴ്സിംഗ് കെയർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഫസ്റ്റ് എയിം ആയിട്ട് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? എ സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ചാൻസ് ടു ഡെവലപ്പ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. ഓക്കെ, സ്റ്റാഫുകളുടെ നോളജും അവരുടെ സ്കില്ലും എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നാമത്തെ എയിം ആയിരുന്നു ഹൈ ക്വാളിറ്റി ഉള്ള നേഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ എയിം എന്താ പറയുന്നത്? അവരുടെ നോളജും സ്കില്ലും എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ, a management process causing an efficient and effective pattern of nursing care services in the most frugal manner. Frugal manner means എന്താണ്? എക്സ്പെൻസ് കുറച്ചുകൊണ്ട്, ചെലവ് കുറച്ചുകൊണ്ട് എന്താണ് നല്ല രീതിയിലുള്ള ഒരു നഴ്സിംഗ് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ധാരാളം റിസോഴ്സസ് ഉണ്ടായിരിക്കും അല്ലെ, ആ റിസോഴ്സസിനെ എല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക. ഈ 3 എയിം ആണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ക്ലിയർ ആണോ? 3 എണ്ണം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഹൈ ക്വാളിറ്റി സർവീസ്. ഓക്കെ, ഹൈ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക. high quality of nursing care service. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ, നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, എന്താണ്? റിസോഴ്സുകളെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് ചെലവ് എക്സ്പെൻസ് റെഡ്യൂസ് കുറച്ചുകൊണ്ടുള്ള നഴ്സിംഗ് കെയർ എന്താണ് നല്ല രീതിയിലുള്ള മികച്ച നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? 3 എയിമുകള്, 3 എയിംസ് വരുന്നത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. ഓക്കെ, സ്റ്റാഫിംഗിന്റെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്സ്. ഫസ്റ്റ് എലമെന്റ് ആണ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്. It depends on the suitable educational training given to the nursing staffs for the kind of services they are being made ready for. എന്താണ് അതിൽ പറയുന്നത്? ക്വാണ്ടിറ്റി ഓഫ് നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്പർ. ഓക്കെ, സ്ക്രോൾ ചെയ്യാൻ. ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു? ഓക്കെ, ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകളുടെ എണ്ണത്തെ തീരുമാനിച്ചിരിക്കണം. അതേപോലെ തന്നെ ക്വാളിറ്റി എന്താണ്? ഒരു സ്റ്റാഫിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു BSc അതങ്ങനെയാണോ ചെയ്യുന്നത്? ഓക്കെ, എന്താണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ ഏത് മേഖലയിലാണോ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് ആ ഏരിയയിൽ എന്താണ് അവർക്ക് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ലഭിച്ചിരിക്കണം. ഓക്കെ, അതാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്? ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നേഴ്സിംഗ് സ്റ്റാഫുകൾ ആയിരിക്കണം ഫസ്റ്റ് എലമെന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സ്റ്റാഫുകളുടെ എണ്ണം തീരുമാനിച്ചിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് എന്താണ്? ക്വാളിഫൈഡ് ആയിരിക്കണം. അവർക്ക് അതിൽ വ്യക്തമായ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ലഭിച്ചിരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ഈ ട്രെയിനിങ് മാത്രം ലഭിച്ചാൽ മതിയോ? യൂട്ടിലൈസേഷൻ വേണം. വേണ്ടേ? എന്താ യൂട്ടിലൈസേഷൻ? The nursing staff must be allotted work in such a way that the knowledge skill acquired are best used for the purpose they were imparted or trained. ഓക്കെ, എന്താ പറയുന്നത്? അവർക്ക് നേഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ലഭിച്ച ട്രെയിനിങ്, ഓക്കെ, അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വർക്കുകളായിരിക്കണം അവർക്ക് അലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിലൂടെ അവർക്ക് എന്താണ്? നല്ല രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? രണ്ട് എലമെന്റാ പറയുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ് പറയുന്നുണ്ട്. ഫസീല പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, രണ്ടാമത്തെ ഇതൊന്നുകൂടെ പറയാമോ?
യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ട്രെയിനിങ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കണം എന്ന് പറഞ്ഞല്ലേ, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ എന്താണ് ആ ലഭിച്ച ട്രെയിനിങ്, അവരുടെ സ്കിൽ, അവരുടെ നോളജ് എൻഹാൻസ് ചെയ്യുന്നതിന് എന്ത് വേണം? ആ ഒരു ഫീൽഡിൽ തന്നെ ആയിരിക്കണം അവർക്ക് ജോലി നൽകേണ്ടത്, വേണ്ടേ? അനസ്തെറ്റിസ്റ്റ് നേഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അവർക്ക് ആ ഏരിയയിൽ തന്നെ ആയിരിക്കണം ജോലി നൽകേണ്ടത്. അപ്പോൾ മാത്രമാണ് അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. വേറെ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടിട്ടാൽ അവർക്ക് എന്താണ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? അവർ ഏതിലാണോ എന്താണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ആ മേഖലയിലായിരിക്കണം അവർക്ക് വർക്ക് നൽകേണ്ടത്. ക്ലിയർ ആണോ? സോ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ് പഠിച്ചു. ഏതൊക്കെയാണ്? 2 പോയിന്റ് മെയിൻ ആയിട്ട് വരുന്നത്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റാഫിംഗ് വരുന്നുണ്ട്. രണ്ടാമത്തേതായിരുന്നു യൂട്ടിലൈസേഷൻ. നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ, സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. ഓക്കെ, ഓരോ സ്റ്റാഫുകളെയും നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ, ഓരോ ഹോസ്പിറ്റൽസിലും സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. എന്തിന്റെ ബേസിലൊക്കെ ആയിരിക്കാം അപ്പോയിന്റ് ചെയ്യുന്നത്? നോക്കിക്കോളൂ, സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. Recognize the nursing care hours needed to care for a patient for a day or for a shift. നേഴ്സസ് മേ ബി എങ്ങനെയാണ്? ഷിഫ്റ്റ് ബേസിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ, ഓരോ ഷിഫ്റ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു നേഴ്സിന്റെ ഡ്യൂട്ടി ടൈം എന്താണ് കണ്ടെത്തിയിരിക്കണം, റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. ഓക്കെ, ഒരു നേഴ്സസിന്റെ ഡ്യൂട്ടി ടൈം എന്താണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാഫിംഗ് റിലൈസ് ഓൺ എ കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ, സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ്, നമ്പർ ഓഫ് ബെഡ്സ് ആൻഡ് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസസ്. എന്താ പറയുന്നത്? ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി, അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിന്റെ സ്റ്റാൻഡേർഡ്, നമ്പർ ഓഫ് ബെഡ്, ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് സർവീസ്, വിവിധ ചികിത്സാ രീതികൾ, ഇതിന്റെ ബേസിലാണ് സ്റ്റാഫുകളെ നിയമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ബെഡ്, നമ്പർ ഓഫ് ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, നമ്പർ ഓഫ് ബെഡിന്റെ ബേസിലാണ് ഒരു ഹോസ്പിറ്റൽസിനെ ലാർജ് ഹോസ്പിറ്റൽ ആണോ സ്മോൾ ഹോസ്പിറ്റൽ ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, എത്ര പേഷ്യന്റിന് കിടത്തി ചികിത്സ നൽകാനായിട്ട് കഴിയുന്നുണ്ട്, അതിന്റെ ബേസിലാണ് ഒരു ഹോസ്പിറ്റൽസിന് ലാർജ് ആണോ സ്മോൾ ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. അത് ക്ലിയർ ആണോ? സോ ലാർജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് എന്ത് വേണം? സ്റ്റാഫുകൾ വേണം, വേണ്ട? നേഴ്സസ് വേണം. അതേസമയം സ്മോൾ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? സ്മോൾ നമ്പർ ഓഫ്, ചെറിയ നമ്പർ ഓഫ് എന്ത് മതി? നേഴ്സസ് മതി. ക്ലിയർ ആണോ? സോ അതിന്റെ ബേസിൽ, ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റിയുടെ ബേസിലായിരിക്കണം സ്റ്റാഫുകളെ സെലക്ട് ചെയ്യേണ്ടത്, തെരഞ്ഞെടുക്കേണ്ടത്. ക്ലിയർ ആണോ? ഈ 2 പോയിന്റും ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്താണ്? ഡ്യൂട്ടി ടൈം എന്താണ് റെക്കഗ്നൈസ് ചെയ്യണം. അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കണം ബെഡിന്റെ അല്ലെ, നമ്പർ ഓഫ് ബെഡിന്റെ ബേസിലായിരിക്കണം സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കേണ്ടത്. അതായത് വലിയ ലാർജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് സ്റ്റാഫുകൾ വേണം, സ്മോൾ ഹോസ്പിറ്റൽ ആണെങ്കിൽ അത്രയും നമ്പർ എന്താണ്? ചെറിയ നമ്പർ ഓഫ് സ്റ്റാഫുകൾ മതി. അതിന്റെ ബേസിലായിരിക്കണം സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കേണ്ടത്. പിന്നെ പറയുന്നത് എന്താ? In anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category. Self-care, minimal care, full care, intensive care. Because care needs differ from category to another. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഒരു നഴ്സിന്റെ വർക്ക് ലോഡ് മാനേജർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? വർക്ക് ലോഡ് മീൻസ് ഡ്യൂട്ടി ടൈംസ് തീരുമാനിക്കുന്നുണ്ട് അല്ലെ, അതെന്തിന്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ എണ്ണത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണോ നേഴ്സസിന്റെ ഡ്യൂട്ടി ടൈം ഫിക്സ് ചെയ്യുന്നത്, വർക്ക് ലോഡ് ഫിക്സ് ചെയ്യുന്നത്? ആണോ? മറിച്ച് എന്തൊക്കെ ഫാക്ടേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞു ഓരോ സെക്ഷൻ, ഓരോ കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞല്ലേ. സെൽഫ് കെയർ നൽകുന്ന നേഴ്സസ് ഉണ്ട്, അതേപോലെ തന്നെ മിനിമൽ കെയർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്, അതേപോലെ ഫുൾ കെയർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്റൻസീവ് കെയർ, ICUലൊക്കെ കഴിയുന്ന പേഷ്യന്റ് ഉണ്ട്, ഇന്റൻസീവ് കെയർ ആവശ്യമായിട്ട് വരുന്ന പേഷ്യന്റ് ഉണ്ട് അല്ലെ. എന്താ സെൽഫ് കെയർ എന്ന് പറഞ്ഞാല്? ആ പേഷ്യന്റിന് എന്താണ് എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ജസ്റ്റ് ഒരു എന്താണ് ഒരു അറ്റൻഷൻ മാത്രം കൊടുത്താൽ മതി ആ സ്റ്റാഫുകൾ. അതേസമയം മിനിമൽ കെയർ ആണെങ്കിലോ, മിനിമൽ കെയർ ആണെങ്കിൽ എന്താണ് വൈറ്റൽ സൈൻസ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അത്തരം പേഷ്യൻസിന്റെ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഫുൾ കെയർ ആണെങ്കിലോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ, എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇന്റൻസീവ് കെയർ ആണെങ്കിലോ
എല്ലാ Okay. കാര്യവും ശ്രദ്ധിക്കണം. എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രൊപ്പോർഷനേറ്റ്ലിയാണ്, ഇതിന്റെ ആനുപാതികമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നേഴ്സസിന്റെ ഡ്യൂട്ടി എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വർക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഒരു ICUലൊക്കെ ആണെങ്കിൽ ഒരു പേഷ്യന്റ് 1:1 ആണ് റേഷ്യോ, മേ ബി അല്ലേ, 1:1 or 1:2 എങ്ങനെയാണ്? 2 പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ ഒരു നേഴ്സ് ആയിരിക്കും നോക്കുന്നത്, ടേക്ക് കെയർ ചെയ്യുന്നതെല്ലാം ഒരു നേഴ്സ് ആയിരിക്കും. അതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് സ്റ്റാഫുകൾക്കുള്ള വർക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്താണ്, അവരുടെ ഡ്യൂട്ടി ടൈം റെക്കഗ്നൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്, എന്തിന്റെ ബേസിലൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുന്നത്? ഹോസ്പിറ്റൽ കപ്പാസിറ്റി, സ്റ്റാൻഡേർഡ് പ്രൊവൈഡർ, നമ്പർ ഓഫ് ബെഡ് ആൻഡ് ഡിഫറെന്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ആ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ചികിത്സാ രീതികളുടെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത്, സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി പറയുന്നത് സ്റ്റാഫുകളുടെ വർക്ക് ലോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാനേജർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ എല്ലാം ബേസിലാണ്? എന്തിന്റെ എല്ലാം ബേസിലാണ്? സെൽഫ് കെയർ, മിനിമൽ കെയർ, ഫുഡ് എന്താണ് കെയർ, എണ്ണത്തോടൊപ്പം പിന്നെ എന്തുകൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് കാറ്റഗറീസ് വരുന്നുണ്ട് അല്ലെ, ആ കാറ്റഗറീസിലെ കെയറിനെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാഫുകളുടെ വർക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ടോപ്പിക് നോക്കിക്കോളൂ. ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ്. ഓക്കെ, ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ, 2 ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് കെയർ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് കെയർ വരുന്നുണ്ട്. എന്തോ? ഓക്കെ, ഓക്കെ, ഡയറക്റ്റ് കെയർ ആൻഡ് ഇൻഡയറക്റ്റ് കെയർ വരുന്നുണ്ട്. 2 ടൈപ്സ് ഓഫ് കെയർ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്, ഡയറക്റ്റ് കെയർ ആൻഡ് ഇൻഡയറക്റ്റ് കെയർ. എന്താണ് ഡയറക്റ്റ് കെയർ? നോക്കിക്കോളും. In a care given by nursing staff while working in the presence, patient and related to the patient physical and psychological requirements. Direct care consists of feeding, treatment, mobility and medication, and the more dependent the patient is on the nurse to conduct related activity, the more hours of nursing care is required for that patient. Okay, അപ്പോൾ എന്താ പറയുന്നത്, ഡയറക്റ്റ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നേഴ്സസ് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എന്താണ്, ആ പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നേഴ്സ് തന്നെ ചെയ്തു കൊടുക്കണം. ഡയറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ഒരു പേഷ്യന്റിന്റെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സുകളെ കെയർ ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഓക്കെ, ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ് വരുന്നത് എന്തൊക്കെയായിരിക്കാം? ഫിസിക്കൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയായിരിക്കാം? ഫീഡ് ചെയ്യുക, ഭക്ഷണം കൊടുക്കുക അല്ലേ, അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുക, മൊബിലിറ്റി മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, അതേപോലെ തന്നെ മെഡിക്കേഷൻസ് നൽകുക. ഇത്തരം കാര്യങ്ങളിൽ ഒരു നേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ആ പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെന്താ പറയുന്നത്, സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയായിരിക്കാം? ഇമോഷണലി ആ പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഇമോഷണലി ആ പേഷ്യന്റിന് ആവശ്യമായ സപ്പോർട്ട് നൽകുക. ഈ രീതിയിലെല്ലാം ഒരു നേഴ്സ് എന്താണ്, ആ പേഷ്യന്റിനെ ഡയറക്റ്റ് കെയർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ആണ് ഇൻഡയറക്റ്റ് കെയർ. എന്താണ് ഇൻഡയറക്റ്റ് കെയർ? നോക്കിക്കോളൂ. Those ventures undertaken on the patient behalf but removed from his presence. Indirect care consists of assembling supplies and equipment, seeking advice with other healthcare team members, writing and reading patient records, reporting, constructing discharge plans, etc. ഓക്കെ, ഒരു പേഷ്യന്റിന് കെയർ നൽകണം. അതിനുവേണ്ടി ആ പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാതെ അതിനു പകരം എന്ത് ചെയ്യുന്നു, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ മറ്റ് ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നു. അതായത് പേഷ്യന്റിന് റിപ്പോർട്ട് തയ്യാറാക്കുന്നു, അതേപോലെ ഡിസ്ചാർജ് പ്ലാൻസുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യില്ലേ, അതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? എന്താണ്, ഒരു പേഷ്യന്റിനെ കെയർ നൽകുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു,
ആ പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാതെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് നടത്തുന്ന മറ്റ് ടാസ്കുകൾ, ആക്ടിവിറ്റീസുകളെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അതിൽ എന്തൊക്കെ എക്സാമ്പിൾസ് നൽകിയിരിക്കുന്നത്? റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ്, പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ റീഡ് ചെയ്യുക, അതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് ചെയ്യുക. കൺസ്ട്രക്ടിങ് ഡിസ്ചാർജ് പ്ലാൻസ് കൺസ്ട്രക്ട് ചെയ്യുക, ഡിസ്ചാർജ് പ്ലാൻസ് റെഡിയാക്കുക. ഇത്തരം കാര്യങ്ങൾ എന്താണ്? ഡയറക്റ്റ് പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല അല്ലേ? അപ്പൊ അതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ബിഹൈൻഡ് ദ സീൻ ടാസ്ക് എന്ന് പറയില്ലേ, ബിഹൈൻഡ് ദ സീൻ, ആ സീനിനപ്പുറത്തുള്ള കാര്യങ്ങൾ. ഓക്കെ, ആ റൂമിന് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ടാസ്കുകൾ, ആക്ടിവിറ്റീസ്, ഇതെല്ലാം എന്താണ്? ഇൻഡയറക്റ്റ് കെയറിലാണ് പെടുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ഡയറക്റ്റ് കെയർ ആൻഡ് ഇൻഡയറക്റ്റ് കെയർ. സോ ടൈപ്പ് ഓഫ് പേഷ്യന്റ് കെയർ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ സ്റ്റാഫ് ഡെവലപ്മെന്റ്, ബാക്കിയുള്ള എല്ലാവരും എന്താണ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. കുട്ടി കുട്ടി ടോപ്പിക്സ് ആണ്, എല്ലാം എന്താണ് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? സ്റ്റാഫിംഗ് പ്രോസസ്. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് ഓരോ ആളുകൾക്കും അവരുടെ ഹെൽത്തിന് വെൽബീങ് ആവശ്യമായ പ്രൊസീജിയർ ബിനോയ് ക്ലിയർ ആകുന്നില്ല, ബിനോയ് സൗണ്ട് കേൾക്കുന്നില്ല, ഒഡിബിൾ അല്ല. ഓക്കെ, ഓരോ ആളുകൾക്ക് കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓരോ ആളുകൾക്ക് അവരുടെ ഹെൽത്തിന്, അതായത് വെൽബീങ്ങിന് ആവശ്യമായ പ്രൊസീജിയർ കൊടുക്കുന്നതാണ് നഴ്സിംഗ്. സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫുകളെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ് എന്താണ്? അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അവരുടെ റൈറ്റ് പേഴ്സണിൽ നിന്ന് അപ്പോയിന്റ് ചെയ്യുക. റൈറ്റ് പേഴ്സൺ എന്താണ്? ഇൻ ദ റൈറ്റ് പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്യുക. അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ? അവർ അനലൈസ് ചെയ്യുക, അവർ ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതിനുശേഷമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ആളുകളെ റൈറ്റ് പേഴ്സണെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, ദെൻ ലോജിക്കൽ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ആണെന്ന് പറയുന്നു. ഓക്കെ, ലോജിക്കൽ ഓപ്പറേഷൻ ആണ്. നമ്മൾ റാൻഡം ബേസിലല്ല ഒരു സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം? ഫസീല പറയൂ, എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം? എംപ്ലോയീസിനെ സെലക്ട് ചെയ്യണം. റെക്കഗ്നൈസ് ചെയ്യണം. എന്ത് റെക്കഗ്നൈസ് ചെയ്യണം? ടൈപ്പ് ഓഫ് പേഷ്യന്റ്, നഴ്സ്. എന്നാൽ ഏത് രീതിയിലുള്ള നേഴ്സ് ആണ് വേണ്ടതെന്ന്, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഏത് രീതിയിലുള്ള സ്റ്റാഫ് ആണ് വേണ്ടതെന്ന് ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ എന്താ പറയുന്നത്? അവരതിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം? അവരെ അപ്പോയിന്റ് ചെയ്യാം, അവരെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ എയിം എന്തൊക്കെയാ പറഞ്ഞത്? ഒരു 3 aims. ഹൈ ക്വാളിറ്റി സർവീസ്. ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. ഓക്കെ, ഹൈ ക്വാളിറ്റി നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ പിന്നെന്തായിരുന്നു? വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യണം, നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യണം, പിന്നെ ഹൈ ക്വാളിറ്റി സർവീസ്. ഹൈ ക്വാളിറ്റി സർവീസ്, അതായത് ഹൈ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്? ഫ്രൂഗൽ മാനർ പഠിച്ചല്ലേ, ചിലവ് കുറച്ചുകൊണ്ട് മികച്ച രീതിയിലുള്ള നഴ്സിംഗ് കെയർ എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഈ 3 എയിംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടന്റ് എലമെന്റ്സ്, സ്റ്റാഫിംഗിന്റെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഏതൊക്കെയാ? 2 എലമെന്റ്സ് വരുന്നുണ്ട്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി യൂട്ടിലൈസേഷൻ. ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ്, അതേപോലെ തന്നെ യൂട്ടിലൈസേഷൻ. ഓക്കെ, ട്രെയിനിങ് ഉണ്ടായാൽ മാത്രം പോരാ, ആ ട്രെയിനിങ് ലഭിച്ച മേഖലയിൽ, ആ ഫീൽഡിൽ തന്നെ ആയിരിക്കണം സ്റ്റാഫുകൾക്ക് വർക്ക് നൽകേണ്ടത്. ദെൻ സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. ഓക്കെ, എന്തിന്റെയൊക്കെ ബേസിലാണ് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യുന്നത്? സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്? എന്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഡ്യൂട്ടി ടൈം റെക്കഗ്നൈസ്. ഡ്യൂട്ടി ടൈം റെക്കഗ്നൈസ് ചെയ്യണം. ദെൻ
ഹോസ്പിറ്റൽ കപ്പാസിറ്റി നോക്കിയിട്ട് നമ്പർ ഓഫ് ബെഡ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സ്റ്റാഫിനെ സെലക്ട് ചെയ്യേണ്ടത്. അതിന് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ലാർജ് ഹോസ്പിറ്റൽ ആണോ സ്മോൾ ഹോസ്പിറ്റൽ ആണോ, ആ ഹോസ്പിറ്റലിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം, ആ ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം സ്റ്റാഫുകളെ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അവർക്കുള്ള വർക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? കാറ്റഗറി ബേസ്ഡിലായിരിക്കണം നഴ്സിംഗ് വർക്ക് ലോഡ് ചെയ്യേണ്ടത്. കാറ്റഗറി ബേസിലും അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ നമ്പറിന്റെയും പ്രൊപ്പോർഷനേറ്റ്ലി ആയിരിക്കണം വർക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Then types of patient care. 2 types of patient care പഠിച്ചു, direct care and indirect care. Okay, direct care. ഫീഡിംഗ്, ട്രീറ്റ്മെന്റ്, മൊബിലിറ്റി, മെഡിക്കേഷൻ എന്നതിലൊക്കെ നഴ്സിംഗ് ഡയറക്റ്റ് ആയിട്ട് പേഷ്യൻസ് ആയിട്ടുള്ളതാണ് ഡയറക്റ്റ് കെയർ. ഇത്തരം കാര്യങ്ങൾ എന്താണ് ഒരു പേഷ്യന്റ് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ആ പേഷ്യന്റിനെ കെയർ ചെയ്യേണ്ടതുണ്ട്, അതിനെയാണ് ഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് കെയർ എങ്ങനെയാ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡയറക്റ്റ് ആണോ? സപ്ലൈസ്, എക്യുപ്മെന്റ്, പ്രിപ്പയർ, പേഷ്യന്റ് റെക്കോർഡ്, ഡിസ്ചാർജ് പ്ലാൻ, കൺസ്ട്രക്ഷൻ, ഇതൊക്കെ നഴ്സിംഗ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പേഷ്യന്റുമായിട്ട് കെയർ ചെയ്യുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് ആണ് ഇത്തരം കാര്യങ്ങൾ, ബിഹൈൻഡ് ദ സീനിലാണ് ഇത്തരം കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, അതിനെയാണ് ഇൻഡയറക്റ്റ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ സ്റ്റാഫ് ഡെവലപ്മെന്റ്, ബാക്കിയുള്ള മുഴുവൻ ടോപ്പിക്സ് എന്താണ് റീഡ് ചെയ്തിട്ടാണ് വരാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, ബൈ. Thank you, ma'am.